കുറേ നാളുകൾക്ക് ശേഷം ലുലുവിൽ വന്നേക്കണെയാണ്. നമുക്ക് ഒരു ചെറിയ പർച്ചേസ് നടത്താണ്ട് ഒരു വാക്യൂം ക്ലീനർ മേടിക്കാനുണ്ട്. പിന്നെ നമുക്ക് ചുമ്മാ കറങ്ങി നടക്കാം. ബിക്കോസ് ഇറ്റ്സ് വീക്കെൻഡ്. നാളെ ബേബിക്ക് ലീവാ. US ഹോളിഡേയാണ്. എനിക്കില്ല, പക്ഷേ എനിക്ക് ഭാഗ്യത്തിന് വർക്ക് ഫ്രം ഹോമാണ്. സോ ബേബി അവിടെ ഇരുന്ന് ചില്ല് ചെയ്യുമ്പോൾ ഞാൻ ബേബിനെ നോക്കിയിരുന്ന് വർക്ക് ചെയ്യും. എന്തൊക്കെ സെയിലിട്ടിട്ടുണ്ട്, എപ്പോഴുള്ള പോലത്തെ ബെഡ്ഷീറ്റൊക്കെ. ഡ്രസ്സും എന്തൊക്കെ സെയിലിട്ടിട്ടുണ്ട് കേട്ടോ. ഫാഷൻ നമുക്ക് തിരിച്ചു വരുമ്പോൾ നോക്കാം. മെയിൻ തിങ് ഇസ് നമ്മുടെ വാക്യൂം ക്ലീനർ. പിന്നെ ഗൈസ് ഞായിരുന്നു മൈക്ക് വെച്ചിട്ടുണ്ട്. സോറി ഗൈസ്, പ്ലീസ് അഡ്ജസ്റ്റ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും അലർജിയുടെ പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ ട്രീറ്റ്മെൻറ്റിലാണ്. പക്ഷെ റോഹനിപ്പോൾ ഭയങ്കര തുമ്മല. അപ്പോൾ നമുക്ക് എന്തെങ്കിലും വാക്യൂം ഇസ് എ മസ്റ്റ്. നമ്മൾ ഇവിടെ ഡൈസണിൽ വന്നിട്ട് വിൻഡോ ഷോപ്പിംഗ് ചെയ്യണം. നമുക്ക് ആക്ച്വലി വാക്യൂമാണ് വേണ്ടത്. പക്ഷേ ഇതിൻ്റെയൊക്കെ വയർലെസ് ആണ്. നമുക്ക് കുറച്ചും കൂടി ലൈക്ക് കോമ്പാക്റ്റ് ആയിരിക്കുമല്ലോ. ഡൈസണിൻ്റെ സ്റ്റാർട്ടിങ് 29 ആണ്. പിന്നെ നമ്മൾ നമ്മുടെ ഫോബ്സിൻ്റെ കണ്ടായിരുന്നു. അതൊരെണ്ണം ഓഫറിൽ ഒരു 20 പറഞ്ഞു. പക്ഷെ എറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഞങ്ങളുടെ ഒരു റൂം മാത്രം ക്ലീൻ ചെയ്യാൻ. എനിക്ക് അതാ ബേബി എന്താ പറയുന്നത്, എനിക്കും അതാ. പിന്നെ ഈ പ്യൂരിഫയർ ഉണ്ട്. ഇത് നമ്മൾ നോക്കി വെച്ചേക്കുന്ന സാധനമാണ്. പക്ഷെ ഇതാണെങ്കിലും 39,000 ആണ്. പെട്ടെന്ന് ഇത്രയും ഒരു ബിഗ് ഇമ്പൾസ് പർച്ചേസ് ചെയ്യാൻ ഞാൻ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കില്ല. നമ്മൾ ഫൈനലി നമ്മുടെ യുറേക്ക ഫോബ്സ്, അതിൻ്റെ തന്നെയാണ് വീട്ടിലുള്ളത്. അതിൻ്റെ തന്നെ ഒരെണ്ണം സേഫ് ഓപ്ഷനായിട്ട് ഒരു 8,000 റുപ്പീസിൻ്റെ ഉണ്ടായിരുന്നു. അത് തന്നെ മേടിക്കാൻ തീരുമാനിച്ചു. കാരണം നമുക്ക് ഒരു റൂം ക്ലീൻ ചെയ്യാൻ മാത്രമാണ്, ബാക്കി വീട് മൊത്തം ക്ലീൻ ചെയ്യാൻ ഒരു മെയ്ഡ് ചേച്ചി ഉണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ ജസ്റ്റ് നമ്മുടെ റൂം മാത്രമല്ലേ, അപ്പോൾ നമ്മൾ അധികം ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും നടത്തണ്ടെന്ന് വെച്ചു. വേണ്ട, ഐ എം മോർ ദാൻ ഹാപ്പി. ഞാൻ അതൊന്നും ഉപയോഗിക്കാറില്ല. എനിക്ക് എന്നാ വേണ്ടേ, എനിക്ക് ആകെ വേണ്ടിയിരുന്ന ഒരു ബ്ലൂടൂത്തിൻ്റെ റിസീവർ എന്നാണ് പറയണേ. അത് പക്ഷേ കിട്ടിയില്ല ഗൈസ്. റോഹന് ലുലുവിൽ വന്നാൽ ഏറ്റവും ഫേവറേറ്റ് കണക്റ്റ് ആണ്. ഇലക്ട്രോണിക്സ് ആൻഡ് ഗാഡ്ജറ്റ്സ് റോഹൻ്റെ ഫേവറേറ്റ് തിങ്സ് ആണ്. വാങ്ങിച്ചില്ലെങ്കിൽ ഇത് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളിപ്പോൾ ഒരു കാര്യം റിയലൈസ് ചെയ്തു. നമ്മൾ ജസ്റ്റ് സാധനം മേടിക്കുന്നതിന് മുമ്പ് ഒന്ന് ആമസോണിൽ നോക്കാമെന്ന് വിചാരിച്ചു. ആൻഡ് നമ്മൾ കോഡുള്ള, അതായത് വയറുള്ള വാക്യൂം 8,000 റുപ്പീസിന് മേടിക്കാൻ പോയപ്പോൾ നമ്മൾ ഓൺലൈൻ നോക്കിയപ്പോൾ വയർലെസ് സെയിം യുറേക്ക ഫോക്സിൻ്റെ വെറും 8,000 റുപ്പീസിന് നടക്കുന്നതല്ലേ. താങ്ക് ഗുഡ്നസ് നമ്മൾ ആമസോണിൽ നോക്കി. യുറേക്ക ഫോക്സിന്റെ അഗാര് കുറച്ചും കൂടെ നല്ലതാന്ന്. അത് നല്ലതാ, അത്യാവശ്യം അഫോർഡബിളാ. അത് നമുക്ക് അവരുടെ വെബ്സൈറ്റിൽ നിന്ന് തന്നെ നമ്മുടെ കാർഡ് വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്തൊക്കെ വാങ്ങിക്കും. ഇതെന്തായാലും നമ്മൾ ആമസോണിൽ നോക്കിയില്ലായിരുന്നു. നമ്മൾ ഓൾറെഡി നല്ലതിന് വില കുറവ് അല്ലേ, നല്ല സാധനം. അതായത് ഈ ഡൈസൺ പോലെ തന്നെ വയർലെസ് ആയിട്ടുള്ളതിന് 8,000 ഉള്ളൂ. വയസ്സ് പോയില്ലേ, വയസ്സ് താഴ്ത്തോട്ടായി. പകരം എന്താ വരുന്നതെന്ന് നോക്കൂ, ന്യൂ ബാലൻസ്. ലിറ്ററലി ന്യൂ ബാലൻസ് വരുന്നുണ്ട്. ഇപ്പം എല്ലാം ആയല്ലേ ഓൾമോസ്റ്റ്. ഈ നൈക്കിയൊക്കെ കാണുമ്പോഴാണ് നമ്മുടെ തായ്ലാൻഡിലെ ഔട്ട്ലെറ്റ് മിസ് ചെയ്യണേ. ഇവിടെ ഒന്നുമില്ല. നമ്മളപ്പോൾ വന്നിരിക്കുന്നത് ഹാംലീസ്. ആക്ച്വലി നമുക്കിന്ന് ഒബ്രോൺ മോളിൽ പോകാൻ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. കാരണം ഒബ്രോൺ റെനോവേറ്റ് ചെയ്തു. അപ്പോൾ അവിടുത്തെ ഫ്രിസ്ബീസിൽ പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇവിടെ ലുലുവിൽ ഫ്രിസ്ബി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഹാംലെസ് വന്നിരിക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ ടോയ്സ് മേടിക്കാമെന്ന് വിചാരിച്ച്. ലെറ്റ്സ് സീ. ഞാൻ ആക്ച്വലി ഇതുവരെ ഹാംലെസ് കയറിയിട്ടില്ല. ബേബിയോ ആണോ? ലുക്ക് അറ്റ് ദ ബാർബീസ്. ബാർബി ഡ്രീം ഹൗസ്, മാലിബു ഹൗസ്. അയ്യോ, ഐ വിഷ് ഐ വാസ് എ കിഡ്. കുഴപ്പമില്ല, എനിക്ക് കിഡ്സ് ആകുമ്പോൾ ഞാൻ അവർക്ക് മേടിച്ചു കൊടുത്തിട്ട് ഞാൻ തന്നെ കളിക്കും. ഈ ടോയ് ഉണ്ടായിരുന്നു ചെറുപ്പത്തിൽ, പക്ഷെ ഇങ്ങനത്തെ അല്ല, മാഗ്നറ്റിൻ്റെ ആയിരുന്നു. ഐ ഫെൽ സോ നൊസ്റ്റാൾജിക് സീയിങ് ദിസ്. പക്ഷെ നല്ല വിലയുണ്ട്. ഒന്നും മേടിക്കാൻ പറ്റിയില്ല. നമ്മൾ കയറി ജസ്റ്റ് നോക്കിയപ്പോൾ തന്നെ ഹാംലീസ് അടച്ചു. ഫ്രിസ്ബീസിനേക്കാൾ ഇച്ചിരി വില കൂടുതലാണ്. പക്ഷേ നല്ല നല്ല അടിപൊളി സാധനങ്ങളുണ്ട് അല്ലേ. ഫ്രിസ്ബീസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വില കൂടുതലാണ്. പക്ഷെ എനിക്ക് ഇഷ്ടമായി. കാരണം കുറേ നൊസ്റ്റാൾജിക് സാധനങ്ങളൊക്കെ കാണാൻ പറ്റി. ആ ഫിഷിൻ്റെ ഒക്കെ ലെഗോ. അത് മാത്രമല്ല പിള്ളേരുടെയും ആണ് കൂടുതലുള്ളത്. നമ്മളുടെ അഡൽസിനൊക്കെ പറ്റിയ ലെഗോ ആകുമ്പോഴേക്ക് ഇറ്റ് ബി വെരി വെരി എക്സ്പെൻസീവ്. ഞാൻ ചെയ്തില്ല, പുറത്തെ കൺട്രീസിൽ പോയാലോ
മെഗാ പ്ലസിൽ അങ്ങനെ ഡീറ്റെയിൽസ് അപ്പോൾ അവർ വാട്സാപ്പ് മെഗാ പ്ലാസസ് നമ്മൾ ഇത് ഓർത്തിട്ട് ഗൈസ് നമ്മളിപ്പോൾ ഫുഡ് നോക്കി ഇറങ്ങിയിരിക്കണ നല്ല ചൂട് നെയ്റോസ് തിന്നാൻ തോന്നുന്നുണ്ട്. കിട്ടുമെന്നൊന്നും അറിയില്ല. ലെറ്റ്സ് സീ. കിട്ടി ഗൈസ്, വെജ് കട കിട്ടി. നമ്മൾ ആക്ച്വലി ഇവിടെ BTH പണ്ട് കണ്ട് ഓർമ്മയുണ്ട്. പക്ഷെ ഇതിപ്പോൾ അന്നാവിലാസ് എന്ന് പറഞ്ഞിട്ടൊരു കടയാണ്. കൊള്ളാട്ടോ, കുറേ പുതിയ കടകൾ വന്ന പോലെ എനിക്ക് തോന്നുകയാണോന്നറിയില്ല. ഗൈസ് അപ്പോൾ നമ്മൾക്ക് ആദ്യം ഉണ്ടായിരുന്നൊരു വെജ് ഓപ്ഷൻ വാസ് ദിസ്. വെജ് മാത്രമല്ല, എനിക്ക് നെയ് റോസ്റ്റ് കഴിക്കാൻ കുറേ നാളായിട്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇറ്റ് ഈസ് വെരി എക്സ്പെൻസീവ് അല്ലേ? നോൺ വെജ് ഫുഡിനേക്കാളും എക്സ്പെൻസീവ്. പിന്നെ ലുലു ആണ്, ഒരു കടയും കൂടിയേ ഉള്ളൂ, സോ ഡിമാൻഡ്സ് യുനോ. പക്ഷേ നമ്മളിപ്പോൾ കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. നെയ് റോസ്, മസാല ദോശ ആൻഡ് ഗോബി 65 ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ 2 കോഫിയും കൊണ്ടൊക്കെ നല്ല പ്രശ്നമുണ്ട്. So let's wait for it. Hi guys, our dosha is here and it's super crispy അല്ലേ? നമ്മൾ കോഫി പഠിച്ചിട്ടുണ്ട്. എന്നെ ഇച്ചിരി കൊതി തന്നെയാണ്, കാരണം കുറേ നാളായി ദോശ കഴിച്ചിട്ടുണ്ട്. എൻ്റെ ഫേവറേറ്റ്, വൺ ഓഫ് ദ ഫേവറേറ്റ് പിസ്സ ക്രിസ്പി ദോശ. That doesn't look so great, പക്ഷേ ഗോബി 65 ആണോ? ഇതിനൊരു ചാട്ട് മസാല ഇട്ടണം. നല്ല ചൂടാണ്, ഇപ്പം ഉണ്ടാക്കിയുള്ളൂ. ഓ ഗുഡ്. അത്യാവശ്യം കാശായിട്ടൊരു 600 അടുത്തായി. അപ്പം ഇറ്റ്സ് ഓക്കെ അല്ലേ? കൊള്ളാം. തമിഴ് സ്റ്റൈലാണ്. ബീവിനെ കാണുന്നില്ല. നോക്കട്ടെ ഇങ്ങോട്ട് വന്ന്. ഹായ്. സാമ്പാറുണ്ട്, വൈറ്റ് ചട്നി ഉണ്ട്, കോക്കനട്ട്. പിന്നെ I'm not a masala dosa fan. It's a different masala dosa. കൊള്ളാം, റിഗ്രറ്റ് ചെയ്യുന്നില്ല. ദോശ കഴിച്ചപ്പോൾ ഒരു സുഖം അല്ല? നല്ല ഫുഡല്ലേ ദോശ, നമുക്ക് മട്ടിക്കില്ല. അടിപൊളി ഫുഡായിരുന്നല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമായി അല്ലേ? ചായ അല്ല, കോഫി വാസ് സോ ഗുഡ്. ഇവിടെ മസാല ദോശ, ഗോബി. ഞാൻ ആക്ച്വലി വൈറ്റ് ചട്നി തിന്നാറേയില്ല, കോക്കനട്ട് ചട്നി. പക്ഷെ ഭയങ്കര ടേസ്റ്റില്ല. ഈവൻ ഐ ഹാഡ് ഇറ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കുറേ നാളായി എനിക്ക് ദോശ ആയിരുന്നു. സോ ഐ ഫീൽ സോ ഗുഡ്. എനിക്ക് ഇത് ക്രിസ്പി ദോശ ഇഷ്ടം. ഹായ്, നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ഓ ബേബി അടക്കണയാന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. ഫാഷൻ സ്റ്റോറിൽ നിന്ന് ഒരു പില്ലോ മേടിക്കണം എന്നുണ്ടായിരുന്നു. നോക്കട്ടെ. ഗൈസ്, നമ്മൾ ലേറ്റ് ആയി പോയി ഇറങ്ങിയത്. ലിറ്ററലി 11 മണിയാവാറായി അല്ലേ? യാ. ഹായ് ഗൈസ്, സോ ഇറ്റ് ഇസ് എ റെയിനി ഡേ. നമ്മൾ റൈഡിന് ഇറങ്ങുന്നത്. ഇത് പ്രോബ്ലി ഞാൻ ഏതെങ്കിലും ഒരു വ്ളോഗിൽ കുട്ടിക്കേറ്റും. സോ നമ്മൾ ഫസ്റ്റ് ടൈം ജലാത്ത് ട്രൈ ചെയ്യണം. നമ്മൾ ഫസ്റ്റ് ടൈം ജലാത്ത് ട്രൈ ചെയ്യാൻ വന്നിരിക്കുകയാണ്. മിലാനോ ഐസ്ക്രീം എപ്പോഴും ഇതിലേക്ക് മുന്നേറ്റം വിചാരിക്കാറുണ്ട്. പക്ഷേ ഇതിലേക്ക് തൊണ്ടൊക്കെ ആയിരുന്നു. ഇന്ന് തന്നെയാണ് കറക്റ്റ് ദിവസം തണുത്ത് തിന്നാൻ തോന്നിയല്ലേ? സോ നൈസ്. അതേതാ ജാക്ക് ഡാൻസും നട്ടല്ല? ഇത് റേസ് നട്ടല്ല. ദീപ് നട്ടല്ല എന്നല്ലേ പറയണേ? ഞാൻ നൂട്ടല്ല. നമുക്ക് റോസ് തന്നെ ട്രൈ ചെയ്യാം. മെൽറ്റ് ആവുന്നുണ്ട്. കിൻഡർ ജോയ് ആൻഡ് ജാക്ക് ഡാനിയൽസ്. എൻ്റെ അത് തന്നെയാണ്. എൻ്റെ അതും നട്ടല്ല പറഞ്ഞിട്ടല്ല. Hi guys, അപ്പോൾ this is just a random day. എനിക്കിന്ന് വർക്ക് ഫ്രം ഹോം ആയിരുന്നു. റോഹിൻ ആക്ച്വലി അപ്പോൾ ഇന്ന് ജോലി
11 മണിക്കാണ് കഴിക്കുന്നത്. സോ വി റിയലി വാണ്ടഡ് ടു ഗോ ഔട്ട്. പക്ഷെ ഇവിടെ 11 മണിക്ക് കടയൊന്നുമില്ല. അപ്പം നമ്മൾ നോക്കിയപ്പോൾ നമ്മുടെ വീടിൻ്റെ അപ്പുറത്തുള്ള ക്യാൻവാസ് ആക്ച്വലി 12 മണിക്ക്. പക്ഷെ നമുക്ക് ഫുഡ് കഴിക്കണമെന്നുണ്ടായിരുന്നില്ല. എനിക്കെന്തോ ഹോട്ട് ചോക്ലേറ്റ് കുടിക്കണമെന്ന് കുറേ നാളെ ആഗ്രഹം. അത് നമ്മൾ കഫേയിൽ പോകാനിരിക്കുകയായിരുന്നു. പക്ഷെ ഇവിടെ ഹോട്ട് ചോക്ലേറ്റ് ഇല്ല. പകരം നമ്മൾ കുറച്ച് ഡെസേർട്ട്സ് നടന്നു. അതായത് ഇവിടെ ഇങ്ങനത്തെ ഒരു PUD ഡെസേർട്ട് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. ആ ഒരു കോമ്പോയിൽ നമുക്ക് ഇവരുടെ 3 ഡെസേർട്ട്സ് ട്രൈ ചെയ്യാം. സോ നമ്മൾ അത് ഓർഡർ ചെയ്തിട്ടുണ്ട്. സോ ലെറ്റ്സ് വിച്ച് വൺ യു ലൈക്ക്? എനിക്ക് ഏതാ ഇഷ്ടമായി? എനിക്ക് ഐ തിങ്ക് ദ ഷെഫ് സ്പെഷ്യൽ തിങ് ഇസ് ബെസ്റ്റ് വൺ. ഏത് ഇഷ്ടമായ? അതല്ല ഇഷ്ടമായ? ഇത് അടിപൊളി സാധനം. ഏതാ? ഇറ്റ്സ് 470 rupees. പക്ഷേ അല്ലേ ഞാൻ ക്യാൻസറിന് കുറേ ഇഷ്ടമുണ്ട്. എനിക്ക് ആക്ച്വലി എനിക്ക് ഇഷ്ടമല്ലേ. ഇവിടുത്തെ റോയിന് ഏറ്റവും ഇഷ്ടമുള്ള കാലമാരി റീസ് ഉണ്ട്. അടിപൊളി ടേസ്റ്റ് അല്ലേ. കോപ്പിറൈറ്റ് ആണോ? Pizza. Oh, sorry guys, back to Michael Jackson. And Michael Jackson is singing. Hopefully നമുക്ക് copyright കിട്ടും. First ചെയ്ത് കഴിഞ്ഞാൽ this is tiramisu. പിന്നെ എന്തൊക്കെയായിരുന്നു? ചോക്ലേറ്റ് മൂസ്. ചോക്ലേറ്റ് മൂസ് I guess this is chocolate mousse. ഇനി ഇത് ഇവിടുത്തെ ഷെഫിന് സ്പെഷ്യൽ സംഭവം ഉണ്ടായിരുന്നു. I forgot the name. പക്ഷെ ട്രൈ ചെയ്യും. tiramisu first. ആക്ച്വലി നമ്മളിവിടുത്തെ പനക്കോട്ട ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് 2-3 വെച്ചിട്ടുണ്ട്. ചോക്ലേറ്റ് മൂസ്, ഹോട്ട് ചോക്ലേറ്റ് കുടിക്കുന്നത് എൻ്റെ ആഗ്രഹം വരുന്നത്. ആക്ച്വലി ലിറ്ററലി ലൈക്ക് ചോക്ലേറ്റ് ഡ്രോപ്പ്. വെരി നൈസ്. ഇതാണ് ഇവിടുത്തെ ഷെഫിൻ്റെ സ്പെഷ്യൽ. So good. പിസ്താഷ്യോ കിട്ടുന്ന സംഭവമാണ്. എനിക്ക് തണുപ്പുണ്ട്. ഐസ്ക്രീം എനിക്ക് ഫേവറേറ്റ് ചെയ്തോ. ഞങ്ങൾക്ക് ഇവിടുത്തെ വൈബ് ആക്ച്വലി ഭയങ്കര ഇഷ്ടമാണ്. ഇവർ നല്ല സോങ്സ് ഒക്കെ പ്ലേ ചെയ്യും. പിന്നെ ഇവരുടെ ഈ ഡെക്കോർ അല്ല മേലോട്ടൊക്കെ നല്ല രസമില്ല. പിന്നെ 12 മണി വരെ ഉണ്ട്. ആൻഡ് ദ ഡെസേർട്ട്സ് ആർ ആക്ച്വലി സോ ഗുഡ്. ഇത് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് മേടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലാം കൂടി ഒരു 600 എബോവ് പോകും. ഈ ഒരു കോംബോ ആണെങ്കിൽ നിങ്ങൾക്ക് 470 rupeesന് 3 സംഭവങ്ങളും ടേസ്റ്റ് ചെയ്യാം. അല്ല അതെന്തായാലും കൊള്ളാം. ഐ ഡോണ്ട് ആക്ച്വലി നോ വെദർ ഇറ്റ്സ് ഇത് ഫ്രഷ് ആയിരിക്കും എന്തായാലും അല്ലേ. എനിക്കറിയില്ല. അതെ അതെ അതെ. ഇവിടെ പിന്നെ ഫോറിനേഴ്സ് വരും ഫോർട്ട് കൊച്ചിയിൽ. ഐ വിഷ് വി ഹാഡ് സംതിങ് ലൈക്ക് ദിസ് റൈറ്റ് നമ്മുടെ ഫോർട്ട് കൊച്ചിയിൽ അല്ലേ. നമ്മൾ തന്നെ ആയിരിക്കും എല്ലാ ഫുഡും തിന്നു തീർക്കാൻ പോകുന്നത്. അപ്പോൾ ഷുവർ. ബാക്കി നമ്മൾ ഫോർട്ട് കൊച്ചി ബീച്ചിൽ ഒരിക്കലും നടക്കാത്ത സംഭവം. ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഒരു കടയുടെ റീല് കണ്ടിട്ട് വന്നു. പക്ഷെ ആ കടയില്ല. പകരം ഇവിടെ വേറെ കുറെ കടകളുണ്ട്. അപ്പം നമ്മൾ അവിടെ നിന്ന് കുറച്ച് സാധനം പറഞ്ഞിട്ടുണ്ട്. നോക്കാൻ നല്ലതാണ്. ഗൈസ് ഇവിടെ പിള്ളേർ ലൈവായിട്ട് പാട്ടൊക്കെ പാടുന്നുണ്ട്. പ്രിറ്റി ക്രൗഡഡ്. സത്യം പറഞ്ഞാൽ നമ്മൾ ഫോട്ടോ വെച്ചിട്ട് ബീച്ചിൽ വരാറില്ല. പിന്നെ ഞാൻ ഈ കട എന്തായാലും ഇതല്ല ആക്ച്വലി ഉള്ള കഫേ 43 ഞാൻ കണ്ടത്. ഇവിടെ പക്ഷെ കൊള്ളാം. ഭയങ്കര ചീപ്പാണ്. ബർഗർ 80 rupees, ഫ്രൈസ് 50 രൂപ അല്ലേ. അത് കൊള്ളാം. ടേസ്റ്റ് വെക്കാൻ നല്ലതാണ്. പിന്നെ ഹൈറ്റ് അതായത് എനിക്ക് സംശയമില്ല. കുഴപ്പമൊന്നുമില്ലല്ലോ. വൃത്തിയുണ്ടോ? ഭയങ്കര വൈകുണ്ട്. നിങ്ങളൊക്കെ എൻ്റെ യൂട്യൂബിൽ വരും.
കൊള്ളാം, 50 ഫ്രഞ്ച് ഫ്രൈസാണ് ഉരുളക്കിഴങ്ങ് വേറെ എന്ത് പറയാനോ. അല്ല ടേസ്റ്റ് കുഴപ്പമില്ല, പക്ഷെ കസ്കസ് ഇട്ടിട്ടുണ്ട്. നാരങ്ങ വെള്ളത്തിൽ ഇടാറില്ല അത്. നോട്ട് ബാഡ്. ഹായ് ഗായ്സ്, അങ്ങനെ 1 മണിക്കൂർ കഴിഞ്ഞ് ഇതിന് പോകാൻ പറഞ്ഞ ദിസ് കട ഈസ് വാട്ട് ഐ മെന്റ്. ദിസ് ഇസ് ഇത് റോഹം കടിച്ചു കേട്ടോ. കുഴപ്പമില്ലല്ലേ? എങ്ങനെയുണ്ട്? കഴിച്ചോക്ക് ബേബി. 80 rupees ഉള്ളൂ. പക്ഷെ നമ്മൾ തോക്കുമ്പോഴേ കഴിക്കും. ഇത് കഴിക്കാന്ന് പറഞ്ഞു. Not bad. Not bad. Hi guys. Hi. നമ്മൾ ദേ കാറൊക്കെ പാർക്ക് ചെയ്തു വീട്ടിലോട്ട് നടക്കുകയാണ്. ദിസ് പ്ലേസ് ഐ ലവ്. നമ്മൾ താമസിക്കുന്ന സ്ഥലം എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇറ്റ്സ് വെരി നൈസ്. കുറേ വലിയ വലിയ മരം. ആ മരം കണ്ടോ? ദാറ്റ് ഇസ് ലൈക്ക് 500 years old. ഞാൻ കാണിച്ചു തരാം കേട്ടോ. വേറൊരു വലിയ മരം ഉണ്ടായിരുന്നു, ഇരുട്ടായി നോക്കി. നടുക്ക് പറഞ്ഞുണ്ടായിരുന്നു, അത് പോയി, അത് ഒടിഞ്ഞു വീണു. ദിസ് ട്രീ ഈസ് വെരി ഓൾഡ്. 500+ ആയിട്ടുണ്ടാവും അല്ലേ? ദിസ് ഇസ് ദാറ്റ് ട്രീ. ആണ് ആ മരം. എൻ്റെ ഫോൺ പോക്കറ്റിലുണ്ട് ഇപ്പോൾ. ഇതാണ് ഇപ്പം നമ്മുടെ വീടിൻ്റെ പുറത്ത്. ആ മരം പഴണ്ടെത്തിയാന്ന് തോന്നുന്നല്ലേ? ഒരെണ്ണം പോയി. ഓ, എന്ത് രസം ഫോണിൽ കാണാൻ. ഇവിടെ നല്ല ലൈറ്റുണ്ട്. ഇവിടെ നല്ല രസമുണ്ട് ലൈറ്റ്. ഹായ് ഗായ്സ്, അപ്പോൾ നമ്മൾ എല്ലാ പരിപാടിയും കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി. ഇനി വേറെ ഒന്നുമില്ല, സ്വീറ്റ് കോൺ മേടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എസ്പെഷ്യലി ലുലു പോകുമ്പോൾ അവിടുത്തെ ആ സ്വീറ്റ് കോണിൻ്റെയും പോപ്കോണിൻ്റെയും മണം. ഐ വാസ് സോ ഫുൾ ബട്ട് ഐ സ്റ്റിൽ ബോട്ട് സം പാർസൽ. എന്നിട്ട് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് AR എന്ന് പറഞ്ഞ മൂവി ഇറങ്ങിയിട്ടുണ്ടല്ലോ. ഞങ്ങൾ കുറേ നാളെ സിനിമയൊക്കെ കണ്ടിട്ട്, അപ്പോൾ വി തോട്ട് വിൽ ജസ്റ്റ് വാച്ച് എ മൂവി. കിടന്ന് ഉറങ്ങും, ഇത് തന്നെ പരിപാടി. അപ്പോൾ ഇതൊരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലോട്ട്സ് ഓഫ് ലവ് ടു ഓൾ ഓഫ് യു. ബൈ ബൈ.